2012 ജൂലൈ 6 നേരം വെളുത്തിട്ടും സ്കൈലർ എന്ന പെൺകുട്ടി അവളുടെ ബെഡ്റൂമിന് പുറത്തു വന്നില്ല. ഒരുപക്ഷെ അവൾ ഉറങ്ങുകയായിരിക്കുമെന്ന് കരുതി അവളെ ശല്യപ്പെടുത്താതെ മാതാപിതാക്കൾ ജോലിക്ക് പോയി. എന്നാൽ ഉച്ച കഴിഞ്ഞിട്ടും വാതിൽ അടഞ്ഞിടക്കുന്നത് കണ്ട് സംശയം തോന്നിയ പേരൻസ് റൂമിനുള്ളിൽ കയറി നോക്കിയപ്പോൾ സ്കൈലറിനെ അവിടെ കാണാനില്ല. അപ്പോഴാണ് റൂമിലെ വിൻഡോ തുറന്നു കിടക്കുന്നത് അവർ ശ്രദ്ധിച്ചത്. വീടിന് പുറത്തുപോയി നോക്കിയപ്പോൾ ആ ജനലിന് പുറത്ത് ഒരു സ്റ്റൂളും ഇരിപ്പുണ്ട്. സോ അത് കണ്ട പേരൻസ് സ്കൈലർ അവരറിയാതെ അവളുടെ ഫ്രണ്ട്സിനൊപ്പം രാത്രിയിൽ കറങ്ങാൻ പോയതായിരിക്കുമെന്ന് മനസ്സിലാക്കി. പാർട്ട് ടൈമായി സ്കൈലർ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം പോലും മുടങ്ങാതെ അവൾ ജോലിക്ക് പോകാറുണ്ട്. സോ എന്തായാലും വൈകിട്ട് ജോലിക്ക് പോകാൻ സ്കൈലർ വരുമെന്ന് കരുതി മാതാപിതാക്കൾ കാത്തിരുന്നു. പക്ഷേ അല്പനേരം കഴിഞ്ഞ് മാതാപിതാക്കൾക്ക് സ്കൈലർ വർക്ക് ചെയ്യുന്ന ഷോപ്പിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു. സ്കൈലർ ഇന്ന് ജോലിക്ക് വന്നില്ലല്ലോ, ലീവാണോ എന്ന് ചോദിച്ചു. അത് കേട്ട് പരിഭ്രാന്തരായ പേരൻസ് മറ്റ് ഫാമിലി മെമ്പേഴ്സിനെയും സ്കൈലറിന്റെ ഫ്രണ്ട്സിനെയും കോൾ ചെയ്ത് അന്വേഷിച്ചപ്പോൾ ആരും സ്കൈലറിനെ കണ്ടിട്ടില്ല. ആ സമയത്താണ് സ്കൈലറിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഷീല സ്കൈലറിന്റെ പേരൻസിനെ കോൾ ചെയ്ത് ചില കാര്യങ്ങൾ അറിയിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നിങ്ങളറിയാതെ സ്കൈലർ ജനാല വഴി പുറത്തിറങ്ങിയെന്നും ഞാനും സ്കൈലറും റേച്ചലും കൂടി പുറത്ത് നൈറ്റ് റൈഡ് പോയിട്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു സ്ഥലത്ത് സ്കൈലറിനെ ഡ്രോപ്പ് ചെയ്തെന്നും ഷീല പറഞ്ഞു. ഉടൻ തന്നെ സ്കൈലറിന്റെ പേരൻസ് പോലീസിനെ വിവരം അറിയിച്ചു. തുടർന്നുള്ള അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന ചില സത്യങ്ങൾ പുറത്തു വന്നു. സോ കാണാതായ സ്കൈലറിന് അന്ന് രാത്രിയിൽ എന്താണ് സംഭവിച്ചത്? 2012 അമേരിക്കയിൽ കോളക്കം സൃഷ്ടിച്ച ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു സോൾവ്ഡ് കേസാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. വെൽക്കം ടു ദ ഹോണ്ടഡ് വെബ്. വെസ്റ്റ് വിർജീനിയയിലെ സ്റ്റാർ സിറ്റിയിൽ താമസിച്ചിരുന്ന ഒരു 16 വയസ്സുകാരിയായിരുന്നു സ്കൈലർ നീസ്. സ്കൂളിൽ പോകുന്നതിനൊപ്പം പാർട്ട് ടൈമായി ജോലിയും ചെയ്തിരുന്ന അവൾ സൽസ്വഭാവിയും അതേസമയം ഫ്രണ്ട്ലിയുമായ ക്യാരക്ടറായിരുന്നു. സ്കൈലറിന് 8 വയസ്സുള്ളപ്പോൾ മുതൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ഷീല. ഷീലയുമായി കൂടുതൽ സമയം ചെലവഴിച്ചിരുന്ന സ്കൈലർ ഷീലയോട് വളരെ ക്ലോസ് ആയതുകൊണ്ട് തന്നെ സ്കൈലറിന്റെ മാതാപിതാക്കളും ഷീലയെ അവരുടെ മകളെപ്പോലെ കണ്ടിരുന്നു. 2010 ഷീല മറ്റൊരു സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോഴാണ് റേച്ചൽ എന്ന മറ്റൊരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഷീലയും റേച്ചലും ക്ലോസ് ഫ്രണ്ട്സ് ആയി. അതിന്റെ അടുത്ത വർഷം ഷീലയും റേച്ചലും സ്കൈലർ പഠിച്ചിരുന്ന അതേ സ്കൂളിലേക്ക് തന്നെ ട്രാൻസ്ഫർ ആയി. അങ്ങനെ സ്കൈലറും ഷീലയും റേച്ചലും പിരിക്കാൻ പറ്റാത്ത വിധം ക്ലോസ് ഫ്രണ്ട്സ് ആയി. അവരുടെ ക്ലാസ്മേറ്റ്സ് പറയുന്നത് അവരെവിടെ പോയാലും എപ്പോഴും ഒരുമിച്ചായിരുന്നെന്നും അവരെ ഒറ്റയ്ക്ക് ഒരിക്കലും കാണാൻ പറ്റില്ലെന്നുമാണ്. അവര് 3 പേരും ചേർന്ന് ഷീലയുടെ കാറിൽ പുറത്തു പോകുന്നതും അത് റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതുമൊക്കെയായിരുന്നു അവരുടെ ജീവിതശൈലി. പക്ഷേ ഒരു ഘട്ടത്തിൽ ഷീലയും റേച്ചലും മയക്കുമരുന്ന് പോലെയുള്ള ലഹരിക്ക് അടിമപ്പെട്ട് തെറ്റായ വഴിയിലായി. അതുകൊണ്ട് തന്നെ സ്കൈലറിനെ ഒഴിവാക്കിക്കൊണ്ട് റേച്ചലും ഷീലയും തമ്മിൽ ഒരുപാട് ക്ലോസ് ആയി. മാത്രമല്ല സ്കൈലറിനെ കാണാതായതിനു ശേഷവും ഷീലയും റേച്ചലും ഒരുമിച്ച് പുറത്തു പോവുകയും പാർട്ടി ചെയ്യുകയും ചെയ്തു. അത് സ്കൈലറിന്റെ മാതാപിതാക്കളിൽ അവരുടെ മേൽ സംശയം ജനിപ്പിച്ചു. 2012 ജൂലൈ 6 അർദ്ധരാത്രിയിൽ ഷീലയും റേച്ചലും സ്കൈലറും ചേർന്ന് റൈഡ് പോയിട്ട് സ്കൈലറിനെ തിരിച്ച് വീടിനടുത്ത് 2 ബ്ലോക്സ് അകലെ മാറി ഡ്രോപ്പ് ചെയ്തെന്നാണ് ഷീല സ്കൈലറിന്റെ മാതാപിതാക്കളോട് കോളിൽ പറഞ്ഞത്. എന്തിനാണ് 2 ബ്ലോക്സ് അകലെ മാറി ഡ്രോപ്പ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ സ്കൈലർ നിശബ്ദമായി വീടിന് പുറത്തിറങ്ങിയ പോലെ ആരും അറിയാതെ തിരിച്ചകത്ത് കയറാനാണ് അങ്ങനെ ചെയ്തതെന്നും ഷീല പറഞ്ഞു. ഉടൻ തന്നെ സ്കൈലറിന്റെ പേരൻസ് പോലീസിൽ പരാതി നൽകിയപ്പോൾ പോലീസ് അവരുടെ അപ്പാർട്ട്മെന്റിലെ CCTV ക്യാമറാസ് ചെക്ക് ചെയ്തു. CCTV ഫൂട്ടേജിൽ സ്കൈലർ നടന്നു വന്ന് സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ വന്ന ഒരു കാറിൽ കയറി പോകുന്നത് റെക്കോർഡായിരുന്നു. പക്ഷേ ആ CCTV ഫൂട്ടേജിന് ക്ലാരിറ്റി കുറവായതിനാൽ കാറിന്റെ നമ്പർ പ്ലേറ്റോ കാറിന്റെ മോഡലോ പോലും സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. ആയതിനാൽ ആ കാറിൽ വന്നത് ആരാണെന്ന് കണ്ടെത്താനും പോലീസിന് കഴിഞ്ഞില്ല. ഇത് കണ്ടിട്ട് സ്കൈലറിന്റെ പേരൻസ് സംശയിച്ചത് ഒരുപക്ഷെ സ്കൈലർ അവളുടെ ഫ്രണ്ട്സിനൊപ്പം പുറത്തുപോയിട്ട് വന്നിട്ട് വീണ്ടും മറ്റാരുടെയെങ്കിലും കൂടെ പുറത്തുപോയതാണോ എന്നാണ്. റേച്ചലിനെയും ഷീലയെയും പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങൾ പുറത്തുപോയി സ്മോക്ക് ചെയ്തിട്ട് സ്കൈലറിനെ ഡ്രോപ്പ് ചെയ്തുവെന്ന് അവർ 2 പേരും ഒരേപോലെ മറുപടി പറഞ്ഞു. അതിന്റെ അടുത്ത ദിവസം ഷീല സ്കൈലറിന്റെ പേരൻസിനൊപ്പം സ്കൈലറിനെ തേടാൻ തുടങ്ങി. പക്ഷേ റേച്ചലാകട്ടെ 2 ആഴ്ച നീളുന്ന സമ്മർ ക്യാമ്പിന് പോയി. സ്കൈലറിന് സ്കൂളിലോ ജോലി
ജോലിസ്ഥലത്തോ ശത്രുക്കളാരുമില്ലെന്നും അവൾക്കൊരു ബോയ് ഫ്രണ്ട് പോലും ഇല്ലാത്തതിനാൽ അവൾ ആരുടെ കൂടെ പോയെന്ന് ഞങ്ങൾക്ക് അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് സ്കൈലറിന്റെ പേരൻസ് മീഡിയയുടെ ഹെൽപ്പും തേടി. സ്കൈലറിന്റെ പേരൻസും പോലീസും 2-3 ദിവസത്തിനുള്ളിൽ സ്കൈലർ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടും സ്കൈലറിനെ പറ്റി ഒരു വിവരവും ലഭിച്ചില്ല. ഇതിനിടയിൽ പോലീസ് റേച്ചലിനെയും ഷീലയും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല അന്ന് രാത്രിയിൽ സ്കൈലറിനെ പിക്കപ്പ് ചെയ്തത് സ്കൈലറിന്റെ കാറായിരുന്നെന്നും പോലീസ് കണ്ടെത്തി. അതിനർത്ഥം മറ്റാരുടെയും കൂടെ സ്കൈലർ പോയിട്ടില്ല. തുടർന്നുള്ള മാസങ്ങളിൽ പോലീസ് റേച്ചലിനെയും ഷീലയും ചോദ്യം ചെയ്തപ്പോഴും വീണ്ടും അവർ ഒരേ സ്റ്റോറി തന്നെയാണ് മാറ്റമില്ലാതെ പറഞ്ഞത്. എങ്കിൽ പോലും അവർ എന്തോ ഒരു കാര്യം പറയാതെ മറയ്ക്കുന്നതായി പോലീസിന് തോന്നി. ആയതിനാൽ അന്ന് രാത്രിയിൽ അവർ പോയ ലൊക്കേഷൻ എവിടെയാണെന്ന് പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. മോർഗൻ ടൗൺ ഏരിയയിലാണ് ഞങ്ങൾ പോയി സ്മോക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നതെന്നാണ് അവര് പറഞ്ഞത്. എന്നാൽ സംഭവ ദിവസം അവരുടെ ഫോൺ സിഗ്നൽ അവിടെ നിന്നും 20 മൈൽ അകലെയുള്ള ബ്ലാക്സ്വിൽ ഏരിയയിലാണ് കാണിച്ചത്. സോ ആ ഏരിയയിലുള്ള എല്ലാ CCTV ഫുട്ടേജസും പോലീസ് പരിശോധിച്ചപ്പോൾ അവിടെയുള്ള ഒരു ഷോപ്പിലെ CCTV ക്യാമറയിൽ അവർ 3 പേരും റെക്കോർഡായിരുന്നു. അത് കണ്ട് അമ്പരന്ന് പോയ പോലീസ് ഈ കാര്യം അവരെ അറിയിക്കാതെ അവർ 2 പേരോടും നുണപരിശോധനയ്ക്ക് വിധേയമാകാൻ ആവശ്യപ്പെട്ടു. ഷീല നുണപരിശോധനയ്ക്ക് വിധേയമായെങ്കിലും അവൾ ഫെയിൽഡായി. റേച്ചൽ പോളിഗ്രാഫ് ടെസ്റ്റ് എടുക്കാൻ വന്നുകൊണ്ടിരിക്കെ കാറിൽ നിന്ന് ചാടി പുറത്തേക്കോടി. റേച്ചലിന്റെ പേരൻസ് അവളുടെ പിന്നാലെ പോയപ്പോൾ അലറി വിളിച്ചുകൊണ്ട് റേച്ചൽ അവളുടെ അമ്മയെ അടിച്ചു. ആയതിനാൽ റേച്ചലിനെ അവർ ഒരു മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടുന്ന് ഡിസ്ചാർജ് ആയ ഉടൻ റേച്ചലിനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി. സ്റ്റേഷനിലെത്തിയ റേച്ചൽ ആദ്യം പറഞ്ഞത് ഇതാണ്: ഞങ്ങൾ അവളെ കുത്തി കൊലപ്പെടുത്തി. 2012 ജൂലൈ 6-ാം തീയതി സ്കൈലറിനെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് 50 തവണയിൽ കൂടുതൽ കത്തികൊണ്ട് കുത്തി അവളെ കൊലപ്പെടുത്തി. അങ്ങനെ നടന്ന സംഭവങ്ങൾ റേച്ചൽ പോലീസിനോട് പറയാൻ തുടങ്ങി. ആ ദിവസം രാത്രിയിൽ അവർ എപ്പോഴും പോകാറുള്ള വെയിൻ ടൗൺഷിപ്പ് ഏരിയയിലുള്ള ഒരു ആളൊഴിഞ്ഞ സ്ഥലത്തെത്തി. അതിനുശേഷം സിഗരറ്റ് കത്തിക്കാൻ ലൈറ്റർ കാറിലുണ്ടെന്ന് ഷീലയും റേച്ചലും സ്കൈലറിനോട് പറഞ്ഞു. സോ ലൈറ്റർ എടുക്കാൻ സ്കൈലർ തിരിഞ്ഞതും ഷീലയും റേച്ചലും 3, 2, 1 എന്ന് കൗണ്ട് ചെയ്ത് സ്കൈലറിന്റെ പുറത്ത് കുത്താൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ തന്റെ ജീവൻ രക്ഷിക്കാൻ സ്കൈലർ ശ്രമിച്ചെങ്കിലും 50 തവണയിൽ കൂടുതൽ കുത്തേറ്റ് സ്കൈലർ മരണപ്പെട്ടു. അതിനുശേഷം സ്കൈലറിന്റെ ജഡം മറവ് ചെയ്യാൻ അവർ ശ്രമിച്ചെങ്കിലും അവിടുത്തെ മണൽ ഉറച്ചിരുന്നതിനാൽ കുഴിയെടുക്കാൻ കഴിഞ്ഞില്ല. സോ അവിടെയുള്ള മരത്തിന്റെ ഇലകൾ കൊണ്ട് അവർ ബോഡി മറച്ചു വെച്ചു. സ്കൈലറിനെ കൊല്ലാൻ അവർ മാസങ്ങളായി പ്ലാൻ ചെയ്തിരുന്നു. ബോഡി എവിടെ മറവ് ചെയ്യണം, പോലീസിന്റെ ചോദ്യങ്ങൾക്ക് എന്തു മറുപടി പറയണം എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ പ്ലാൻ ചെയ്തു. കൊല ചെയ്യുമ്പോൾ അവരുടെ വസ്ത്രങ്ങളിൽ രക്തം പുരളുമെന്നറിയാവുന്നതിനാൽ അഡീഷണൽ വസ്ത്രങ്ങളും അവർ ഷീലയുടെ കാറിൽ കരുതിയിരുന്നു. ആ വസ്ത്രങ്ങൾക്കുള്ളിൽ അവർ 2 കത്തികളും മറച്ചു വെച്ചിരുന്നു. അതിനുശേഷം അവിടെയുള്ള ഒരു അരുവിയിൽ പോയി കുളിച്ച് ഡ്രസ്സും മാറിയാണ് അവർ തിരിച്ചുപോയത്. സോ ഇങ്ങനെ കൊല ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പോലീസ് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അവളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അവളെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു അവരുടെ മറുപടി. എന്നാൽ കൊല്ലപ്പെട്ട സ്കൈലറിന്റെ ട്വിറ്റർ അക്കൗണ്ട് പരിശോധിച്ച പോലീസിന് ചില കാര്യങ്ങൾ മനസ്സിലായി. റേച്ചലും ഷീലയും ഫ്രണ്ട്ഷിപ്പിന്റെ അതിര് കടന്ന് ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പിലായിരുന്നത് ഒരു ദിവസം രാത്രിയിൽ സ്കൈലർ കാണാനിടയായി. സോ ഈ കാര്യം മറ്റുള്ളവരെ അറിയിക്കുമെന്ന പോലെ ഇൻഡയറക്റ്റായി ചില പോസ്റ്റുകളും ഇട്ടിരുന്നു. എന്നിരുന്നാലും ആ കാര്യം ആരോടും സ്കൈലർ പറഞ്ഞിരുന്നില്ല. സോ അന്നു മുതൽ സ്കൈലർ ഈ കാര്യം ആരോടെങ്കിലും പറയുമെന്ന് കരുതി അവളെ കൊല്ലാൻ അവർ പ്ലാനിങ്ങും തുടങ്ങി. പോലീസ് ഷീലയുടെ കാറിൽ നിന്നും ബ്ലഡ് സാമ്പിൾ കണ്ടെത്തിയത് അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ശക്തമായ എവിഡൻസായി മാറി. ഒടുവിൽ ഷീലയ്ക്ക് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. 15 വർഷത്തിനു ശേഷം മാത്രമേ പരോളിന് പോലും അപേക്ഷിക്കാൻ പറ്റൂ. എന്നാൽ റേച്ചൽ മാപ്പുസാക്ഷിയായതിനാൽ 30 വർഷത്തെ തടവ് ശിക്ഷയാണ് അവൾക്ക് ലഭിച്ചത്. 10 വർഷത്തിനു ശേഷം പരോളിന് അപേക്ഷിക്കാം. കോടതി ശിക്ഷ വിധിച്ചപ്പോൾ ഷീല ഒരു വികാരവുമില്ലാതെ നോർമലായാണ് ഇരുന്നത്. എന്നാൽ റേച്ചലാകട്ടെ താൻ ചെയ്ത തെറ്റിന് സ്കൈലറിന്റെ ഫാമിലിയോട് മാപ്പ് ചോദിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. നിലവിൽ വെസ്റ്റ് വിർജീനിയയിലുള്ള ലേക്കിൻ കറക്ഷണൽ സെന്ററിലാണ് അവരുള്ളത്. ഓൺലൈനിൽ പുറത്തു വന്ന അവരുടെ റീസെന്റ് മഗ്ഷോട്ട്സ് ആണ് ഇപ്പോൾ കാണുന്നത്. മേക്കപ്പ് ചെയ്ത് ഒന്നും സംഭവിക്കാത്ത പോലെ അവർ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണാം. സോ ഇതേപോലെയുള്ള ട്രൂ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് തുടർന്നും കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ഗുഡ് ബൈ.